വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ എത്തുകയാണ്. രാജ്യം ഉറ്റുനോക്കുന്നത് ലോക്സഭയിലേക്ക് 12 മണിക്കാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 8 മണിക്കൂർ സമയം ഈ ചർച്ചയ്ക്ക് അനുവദിച്ചിരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിന്റെ കനത്ത പ്രതിഷേധമാണ് ബില്ല് അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഉയർന്നിരിക്കുന്നത്. ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും എംപിമാർക്ക് വിപ്പും നൽകിയിരിക്കുന്നു. ബില്ലിനെ എതിർക്കുമെന്ന്, ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഗേഷ് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നു. രാഗേഷ്, ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിരിക്കുന്നു. CPM പ്രതിനിധികളടക്കം പങ്കെടുക്കുമെന്നായിരുന്നു ഇന്നലെയുള്ള വിവരങ്ങൾ. ആ തരത്തിലായിരിക്കും ഈ ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളത് സുവ്യക്തമല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം, പ്രത്യേകിച്ച് KCBCയുടെ ഒക്കെ സമ്മർദ്ദം കാരണം കോൺഗ്രസിൽ നിന്നുള്ള ചില എംപിമാർ അത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതുകൊണ്ട് അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ പ്രതിപക്ഷം? അപർണ, പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കായിരിക്കുമെന്ന് ലോക്സഭ സാക്ഷ്യം വഹിക്കുക. കാരണം ഇന്ന് വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണ്. 12 മണിക്കാണ് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 12 മണിക്കാണ് പാർലമെന്ററി കാര്യ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിക്കുക. ഏതായാലും ബില്ലിനെതിരെ ശക്തമായ നിലപാട്, ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. സർക്കാരും ഈ ബില്ല് ഏത് വിധേനയും പാസ്സാക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. കാരണം ഈ സഭാ സമ്മേളനത്തിൽ ഈ ബില്ല് വരുമോ എന്നൊക്കെ തന്നെ ആശങ്ക ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഈ സഭാ സമ്മേളനത്തിൽ, നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് കാര്യോപദേശക സമിതി ഇന്നലെ ചേർന്നതും ഇന്ന് ബില്ല് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും 12 മണിക്ക് ചർച്ച തുടങ്ങുകയാണെങ്കിൽ അത് രാത്രി വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 8 മണിക്കൂർ എന്നതിൽ നിന്ന് ചർച്ച നീണ്ടുപോവുകയാണെങ്കിൽ സമയം കൂടുതലെടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ന് രാത്രിയോടുകൂടി ബില്ല് ലോക്സഭ പാസ്സാക്കും. അതിനുശേഷം നാളെ രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക, അതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കാരണം വെള്ളിയാഴ്ച ബജറ്റ് സമ്മേളനം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കിയെടുക്കുക, അതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. സർക്കാരിനെ സംബന്ധിച്ച് ഏതായാലും നിലവിൽ അംഗബലത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ല, പ്രതിസന്ധിയില്ല. കാരണം സർക്കാരിന് നിലവിൽ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭൂരിപക്ഷമുണ്ട്. BJPക്ക് കഴിഞ്ഞ സഭയിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. പക്ഷേ JDU, TDP തുടങ്ങിയ പാർട്ടികൾ, NDAയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കക്ഷിയാണ് TDPയും JDUയും. ഈ 2 പാർട്ടികളും ചേരുമ്പോൾ തന്നെ ഏതാണ്ട് ഭൂരിപക്ഷത്തിനോട് അടുത്തുള്ള അംഗബലമാവും. മറ്റ് ചെറു പാർട്ടികളും ചേരുമ്പോൾ 293 എന്ന അംഗബലത്തിലേക്ക് സർക്കാർ വരും. TDPയും JDUവിനും ചില സമ്മർദ്ദങ്ങൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ളവർ നിതീഷ് കുമാറിനോട് ഈ ബില്ലിനെ പിന്തുണയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പാട്നയിൽ അവരുടെ സമരമൊക്കെ നടക്കുകയും ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ബീഹാറിൽ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. സെപ്റ്റംബറിൽ ബീഹാറിൽ വോട്ടെടുപ്പാണ്. മുസ്ലിം ജനസംഖ്യ, അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. നിതീഷിന് JDUവിന് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ധൃതി പിടിച്ച് ബില്ല് വേണ്ട എന്നൊരു അഭിപ്രായമൊക്കെ JDUവിനുണ്ടായിരുന്നു, NDAക്കുണ്ടായിരുന്നു. പക്ഷേ പരസ്യമായ അത്തരം പ്രതികരണങ്ങളിലേക്ക് വന്നിരുന്നില്ല. ഇന്നലെ ഏതായാലും അമിത്ഷാ JDU അംഗങ്ങളുമായി ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് ശേഷം JDU പ്രഖ്യാപിച്ചിട്ടുണ്ട് ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന്. TDPയും സമാനമായ നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. രാജ്യസഭയിലും സ്ഥിതി സമാനമാണ്. കാരണം നിലവിലെ അംഗബലം രാജ്യസഭയുടെ 237 സർക്കാരിന് അവിടെ ഭൂരിപക്ഷത്തോട് അടുക്കുന്ന അംഗബലമുണ്ട്. അപ്പോൾ ഈ 2 സഭയിലും അംഗബലം അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് 2 സഭകളും കടക്കും. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് ഇന്നലെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചു. ഇന്ത്യ സഖ്യത്തിലെ ഏതാണ്ട് എല്ലാ പാർട്ടികളും ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അപർണ ചോദിച്ചതുപോലെ കേരളത്തിലെ അംഗങ്ങൾ ചിലർക്കെങ്കിലും ചില ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ്. KCBCയും CBCയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സമ്മർദ്ദം ആ കോണിൽ നിന്ന് ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ, പ്രത്യേകിച്ച് UDF അംഗങ്ങൾ എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. BJP ഇന്ന് സംസ്ഥാനത്ത് MPമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ MPമാർ മുനമ്പം വിഷയത്തിലടക്കം എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. എങ്കിൽ പോലും പൊതുവായി ഒറ്റക്കെട്ടായി ഈ ബില്ലിന്റെ എല്ലാ വ്യവസ്ഥകളെയും എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം. അതിൽ തന്നെ
പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകളോട് വലിയ എതിർപ്പുണ്ട്. അതൊന്ന്, മുസ്ലിം ഇതര അംഗങ്ങൾക്ക് ഈ ബോർഡിൽ പ്രാതിനിധ്യം നൽകാനുള്ള തീരുമാനം, അത് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതിനോടാണ് വലിയ എതിർപ്പുള്ളത്. മറ്റൊന്ന്, സർക്കാരിന്റെ ഇടപെടലാണ്. പ്രത്യേകിച്ച് വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെ നൽകും. കളക്ടറിന് മുകളിൽ ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് അടക്കമുള്ള വ്യവസ്ഥകളോട് എതിർപ്പുണ്ട്. കൂടാതെ വിവര ശേഖരണം സംബന്ധിച്ച കാര്യങ്ങളിൽ എതിർപ്പുണ്ട്. ഇതിന് പുറമെ ട്രൈബ്യൂണലിന്റെ അധികാരം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്യാമെന്നുള്ള തീരുമാനം, അങ്ങനെ 5 പ്രധാനപ്പെട്ട വ്യവസ്ഥകളോട് വലിയ എതിർപ്പ് പ്രതിപക്ഷത്തിനുണ്ട്. ആ എതിർപ്പ് ഈ ചർച്ചയിലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. കാരണം നേരത്തെ ഓഗസ്റ്റിൽ അവതരിപ്പിച്ച ബില്ലാണിത്. അതിനുശേഷം JPCക്ക് വിട്ടു. JPC 14 ഭേദഗതികളാണ് അംഗീകരിച്ചത്. പ്രതിപക്ഷം കൊണ്ടുവന്ന 44 ഭേദഗതികൾ ഉണ്ടായിരുന്നു. അതെല്ലാം തള്ളുകയായിരുന്നു. അങ്ങനെ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികൾ മാത്രം അംഗീകരിച്ചുകൊണ്ടാണ് ജഗദാംബിക പാൽ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ആ ഭേദഗതിയിൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഏതായാലും ബില്ല് വരുന്നത്. അപ്പോൾ ഒന്നടങ്കം പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. രാവിലെ ഇപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുന്നുണ്ട്. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികൾ ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യും. അതായത് ഒരിക്കൽ കൂടി ആ ഘടകകക്ഷികളുടെ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട് JDU അടക്കം ഈ വിഷയത്തിനകത്ത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു പക്ഷേ സഭയിലായിരിക്കും നിലപാട് വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ട് നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ അമിത്ഷാ നേരിട്ട് തന്നെ ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എതിർപ്പ് ഉണ്ടാവുകയില്ല. ഒരു പക്ഷേ ബില്ല് അവതരിപ്പിക്കപ്പെടുകയും പാസ്സാക്കാതെ പോകുകയും ചെയ്തേക്കും. അതിനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് BJP പയറ്റുന്നത് എന്നുള്ളൊരു ആരോപണം കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ ഉന്നയിച്ചിരുന്നു. അതിനുള്ള സാധ്യതയില്ല. ബില്ല് പാസ്സാക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഘടകകക്ഷികളുടെ സമ്മർദ്ദം പോലും മറികടക്കാനുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ പറഞ്ഞ, കാരണം ബില്ല് പാസ്സാക്കിയെടുക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ JDUവിന്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ വോട്ടുകൾ. ആ സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ബില്ല് വേണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, BJPയിലെ ചില അംഗങ്ങൾക്ക് തന്നെ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ഭാഷാ വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കാൻ, അല്ലെങ്കിൽ ഭാഷാ വിവാദവും മണ്ഡല പുനർനിർണയം ഒക്കെ പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വഖഫ് വിഷയം കൂടി അവർക്കൊരു ആയുധമാക്കി നൽകേണ്ടതില്ല എന്നൊരു അഭിപ്രായം ചില BJP അംഗങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ അങ്ങനെയല്ല, ബില്ല് പാസ്സാക്കിയെടുക്കുക, എത്രയും വേഗം പാസ്സാക്കിയെടുക്കാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യം. അക്കാര്യം ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എത്രയും വേഗം ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കാൻ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും TDPയുമായും JDUവുമായും ചർച്ച നടത്തിയിട്ടുണ്ട് BJP. ഇന്നലെ അമിത്ഷാ തന്നെ JDU അംഗങ്ങളെ കണ്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം പറഞ്ഞത് വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ സംരക്ഷണം ഉറപ്പാക്കുമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ TDPയും ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാകുന്നില്ല. ബില്ല് പാസ്സാകുക തന്നെ ചെയ്യും. അതായത് ഈ 2 കക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു BJP എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഓക്കെ രാകേഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ബില്ലിന് അനുകൂലമായിട്ട് കേരളത്തിൽ നിന്നുള്ള MP മാർ വോട്ട് ചെയ്യണമെന്നുള്ള സമ്മർദ്ദം വീണ്ടും ശക്തമാക്കുകയാണ് ക്രൈസ്തവ സംഘടനകൾ. വഖഫ് ബില്ലിനെ ഇവിടെ നിന്നുള്ള MP മാർ പിന്തുണച്ചില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് മറുപടി നൽകുമെന്ന് KCBC വക്താവ് തോമസ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. KCBC എപ്പോഴും ഈ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തോടു കൂടിയാണ്. ഈ സമരം അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടായ നാൾ മുതൽ തന്നെ അവരോട് കൂടെ നിൽക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് KCBC. അപ്പോൾ ഇതിന് ഒരു ക്രിയാത്മകമായ ഒരു നടപടി അല്ല ഉണ്ടാകുന്നതെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനം തന്നെയാണ്. അവിടുത്തെ സമരത്തിലായിരിക്കുന്ന ജനങ്ങൾ, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അവർ നടപടികളെടുക്കും. അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. അതിനു മുമ്പ് ഇതിൽ അന്യായമായിട്ടുള്ള വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാകൂ എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലും പ്രതികരിച്ചിരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക്. മുൻപത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകളിന്മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും ഈ രാജ്യത്തില്ല എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിച്ചേ മതിയാവും. ഈ ഭേദഗതി നമ്മൾ അനുകൂലിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ അന്യായമായ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശങ്ങളല്ല പ്രധാനപ്പെട്ടത്. ഈ നാട്ടിലെ സാധാരണക്കാരന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് പ്രധാനപ്പെട്ടത്.